വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും അവസാനം നമ്മുടെ ഡ്രൈവർ കം OA പരീക്ഷയാണ് നമ്മൾ ടെക്നിക്കലായിട്ടുള്ള എക്സാമുകളിൽ എഴുതി മാറിയത്. ഈ പരീക്ഷ എഴുതിയതിന് ശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മൾക്ക് പേഴ്സണലായിട്ടും ഓഫീസ് നമ്പറിലും ഒക്കെ വിളിച്ചു ചോദിച്ചതിന്റെ കട്ട് ഓഫിനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഇതിന്റെ കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ ഈ പരീക്ഷയുടെ നിലവാരത്തെക്കുറിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം എന്ന് പറയുന്നത് താരതമ്യേന ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവെ എളുപ്പമായിട്ടാണ് ഒരു അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം താരതമ്യേന കമ്പയർ ചെയ്യുമ്പോൾ എളുപ്പമായിട്ടാണ് ഉദ്യോഗാർത്ഥികളുടെ പൊതുവെ ഉള്ള ഒരു അഭിപ്രായം. അപ്പൊ സ്വാഭാവികമായിട്ടും കട്ട് ഓഫ് ഉയരുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പോ നമ്മൾ ആധികാരികമായിട്ട് എത്ര വരും കട്ട് ഓഫ് എന്ന് ചോദിച്ചാൽ അത് PSC കൃത്യമായിട്ട് അവരൊരു പാനല് രൂപീകരിച്ചിട്ട് അവരാണ് അത് തീരുമാനിക്കുന്നത്. കാരണം വരാൻ പോകുന്ന വേക്കൻസികളെ മുമ്പിൽ കണ്ടുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് എത്ര വേക്കൻസികൾ വരും എന്നുള്ള കാര്യം മുമ്പിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ച് വേണം കട്ട് ഓഫ് തീരുമാനിക്കാൻ. അല്ലാതെ നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. ഏകദേശം ഒരു കട്ട് ഓഫ് നമ്മൾക്ക് കിട്ടണമെങ്കിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഒരു മാർക്ക് നമുക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നും അറിയണം. ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ, ചിലർക്ക് 63 മാർക്കുണ്ട്, 72 മാർക്കുള്ളവരുണ്ട്, 81 മാർക്ക് പറഞ്ഞ ആളുണ്ട്. ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഇതിനകത്ത് മാറ്റം വരാം. 85 മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. 72, 75 അങ്ങനെ ഒരുപാട് മാർക്കുകളാണ് നമുക്ക് വരുന്നത്. അപ്പൊ നമുക്കൊരു ആധികാരികത നമുക്ക് മൊത്തത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ അവസാന ഘട്ടത്തിൽ നമ്മൾ ഒരു ഫൈനൽ ടച്ച് നടത്തിയായിരുന്നു. അതിനുശേഷം ആൻസർ കീ അനാലിസിസ് നടത്തി. അതിനകത്തൊക്കെ പരീക്ഷ എഴുതിയ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾ ആ വീഡിയോ കാണുകയും അവരുടെ അഭിപ്രായം പങ്കുവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളെ മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിലെ പരീക്ഷയുടെ അനാലിസിസ് വീഡിയോയും അതിനു മുമ്പത്തെ ഫൈനൽ ടച്ച് വീഡിയോയിലും പങ്കെടുത്തത്. അതായത് പരീക്ഷ എഴുതിയ നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികളും CCയോട് ചേർന്ന് നിന്നു എന്നാണ് അതിന്റെ വസ്തുത. അപ്പൊ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇതിന് താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മാർക്ക് കൃത്യമായിട്ട് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കൃത്യമായിട്ട് ആ ഗ്രൂപ്പിനകത്തേക്ക് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് കട്ട് ഓഫ് അവിടെ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ സീരിയസ് ആയിട്ട് പരീക്ഷ എഴുതി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിയാണെങ്കിലും താഴെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മാർക്ക് അവിടെ കമന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് അതിനകത്ത് നിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് മുൻ വർഷത്തിൽ എത്രയാണ് കട്ട് ഓഫ് വന്നത് എന്നുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കത്തില്ല, വരാൻ പോകുന്ന വേക്കൻസികളും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റുന്നത്. അപ്പം കഴിഞ്ഞു പോയ പരീക്ഷയുടെ കട്ട് ഓഫും അല്ലെങ്കിൽ അതിനകത്ത് വന്ന ഉദ്യോഗാർത്ഥികളുടെ എത്ര ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെടുത്തിയത് അതൊന്നും നമുക്ക് പുതിയ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ സമയത്ത് അതൊന്നും പരിഗണിക്കത്തില്ല. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇപ്പോൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മാർക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം അറിയാമെങ്കിൽ കട്ട് ഓഫിന്റെ ഒരു ഏകദേശം ഐഡിയ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുവരെയും നിങ്ങൾ കട്ട് ഓഫ് എന്ന് പറഞ്ഞ് പിറകെ പോയിട്ട് ഒരു കാര്യവുമില്ല. സോ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് താഴെ ചെയ്യുന്നുണ്ട്. സോ അതിനകത്തേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ കൃത്യമായ മാർക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു പരീക്ഷയും അല്ലെങ്കിൽ ഒരു പരീക്ഷണങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. അടുത്തത് വീണ്ടും വരാനിരിക്കുകയാണ്. അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവാ. നിങ്ങളുടെ മാർക്ക് 50 ആണെങ്കിലും 55 ആണെങ്കിലും 37 ആണെങ്കിലും തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയോടുകൂടി അടുത്ത ഡ്രൈവർ പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുക. എല്ലാ പരീക്ഷകളുടെയും വിജയത്തിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പരാജയങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് അവസാനം വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോ 1-2 പരീക്ഷകളിൽ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷ മൊത്തത്തിൽ നിങ്ങൾ പുറകോട്ട് പോകാതെ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ, അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ
നമ്മുടെ മനസ്സ് തോൽപ്പിക്കുവാൻ നമുക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. തോൽക്കാത്ത മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. സോ ആ ഒരു യാത്രയില് ചിലപ്പോൾ നിങ്ങൾക്ക് പരാജയങ്ങൾ ഏറ്റുവാങ്ങാം, പക്ഷേ വിജയം എന്ന് പറയുന്നത് അവസാനം നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷകളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളെ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ ബിഗിനേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒന്നും അറിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് പോലും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ രീതിയിൽ നമ്മുടെ ഡ്രൈവർ പരീക്ഷകളിലെ ലോങ് ടൈം ബാച്ചുകൾ നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ തുടക്കം മുതൽ പഠിച്ചുകൊണ്ട് നല്ലൊരു ബേസ്മെന്റ് സ്ട്രോങ് ആക്കി അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. 2026 2027 ഓണക്കാലം നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി നേടിത്തന്ന അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരനായി എന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ഓണാഘോഷം അല്ലെങ്കിൽ ആ ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെയും എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓണക്കാലമാകട്ടെ ഇത് എന്ന് ആശംസിക്കുന്നു. അടുത്ത ഒരു ഓണക്കാലം ഒരു സർക്കാർ ജോലിയുടെ നിഴലിൽ നിന്നുകൊണ്ട് ആഘോഷിക്കാൻ കഴിയട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ സജഷൻസും തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിനകത്തേക്ക് ഷെയർ ചെയ്യുക. അതനുസരിച്ച് നമുക്ക് പുതിയൊരു വീഡിയോ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ. ആർപ്പ് വിളിയോടെ CC ആപ്പ് ഈ ഓണം CC ലേണിംഗ് ആപ്പിനൊപ്പം ഡൗൺലോഡ് ചെയ്യൂ, നേടൂ 10 ലക്ഷം രൂപ വരെയുള്ള സ്വർണ്ണ നാണയങ്ങൾ.